വെള്ളത്തിന് പോയിട്ട് വരാം. ഈ സമയം കൊണ്ട് നിങ്ങൾ ദോശച്ചട്ടിയെ കയറി കിടക്കരുത്, ദോശ കസേരയിലും ഇരിക്കരുത്. ഞാൻ വെള്ളത്തിന് പോയിട്ട് വരാം. നിന്നാണ്. അയ്യോ ഇനി എന്റെ തല പൊട്ടിത്തെറിക്കാൻ. നമ്മുടെ അന്നമാണ് കയ്യട് മനുഷ്യ, കയ്യട്. വേദന കാരണം എടുക്കാൻ മറന്നുപോയി. നന്നായി. ഇറച്ചി പോലെ വെന്തല്ലോ. എന്നാ പഴംപൊരി കൂട്ടി അടി. നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. വിശക്കണ്. വിഷുക്കണിയോ? വിഷുക്കണിയല്ല, എനിക്ക് വിശക്കുന്നെന്ന്. എടാ വിശക്കുന്ന ഏതെങ്കിലും ഹോട്ടലിൽ ചെന്ന് ആഹാരം മേടിച്ച് കഴിക്കണം, അല്ല ഇവിടെ വന്നല്ല പറയേണ്ടത്. ഇത് ഹോട്ടലല്ലേ? അയ്യോ ശരിയാണല്ലോ, തട്ടുകടയാണല്ലോ. അവൾ അറിഞ്ഞ എന്നെ ഒരു തുടുക്കും. ഇരി, എന്താ നിനക്ക് വേണ്ടേ? ഇവിടെ ഡിമാൻഡുള്ള എന്തുണ്ട്? ഡിമാൻഡുള്ളത് പൊറോട്ട, ചൂടപ്പം പോലെ വിറ്റ് പോകുന്നത്. അപ്പൊ ചൂടപ്പം എങ്ങനെ വിറ്റ് പോകും? ചൂട് പൊറോട്ട പോലെ വിറ്റ് പോകും. എന്നാ പൊറോട്ട മതി. നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇവിടെ ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടില്ലല്ലോ. അതാണ്. ചേട്ടനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. നീ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. അതാണ്. അതെ. കറി എന്താ വേണ്ടേ? മുട്ടയും ചാറും. ഞങ്ങളുടെ അടുത്തൊക്കെ മഴയാ ചാറുന്നത്. നിന്റെ അടുത്ത് മുട്ടയാന്നൂടെ ചാറുന്നേ? ഈ മുട്ട പൊതിഞ്ഞുകൊണ്ടെന്ന പേപ്പർ കിടന്നതാണോ? ഏത്? ഈ ചാറിന്റെ കോമഡി. നീ തിന്നണ്ട. ഉഗ്രാം കോമഡി. കേറ്റ്. ഓ, എന്താ നിന്റെ പേര്? ജസ്റ്റിൻ കുരുവിള. ഭാഗ്യമുള്ളവനാടാ. നിനക്ക് ജസ്റ്റ് കുരുവല്ലേ ഉള്ളു. ഓരോരുത്തർക്ക് എന്തെന്തും കുരുകളാണ്. ലോണടയ്ക്കാൻ വയ്യാത്തന്റെ കുരു, പിള്ളേരെ പഠിപ്പിക്കാൻ കാശില്ലാത്തന്റെ കുരു, വീടും വസ്തുവില്ലാത്തന്റെ കുരു, അങ്ങനെ എന്തെല്ലാം കുരുവാണെന്ന്. ചേട്ടാ പിന്നെയാണെങ്കിലേ എന്റെ പേരാ പറഞ്ഞത് ജസ്റ്റിൻ, വീട്ടിന്റെ സ്ഥലപ്പേരാ കുരുവിള. ഇവിടെ എന്തെങ്കിലും ജോലി കിട്ടും? ഇവിടെ ജോലി എന്തെങ്കിലും കിട്ടും? ഇവിടെ ആകെ വെള്ളം എടുക്കുന്ന ജോലി അതാ ഞാൻ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ അതിന് ചെയ്തോളാം. ഓ പിന്നെ ഊഞ്ഞാലാടാൻ പോണം. ഞാൻ ഊഞ്ഞാലാടാൻ പോവാം. ചേട്ടൻ വെള്ളം എടുത്തോ. എടാ നിനക്ക് എന്തെങ്കിലും ജോലി അറിയാവോ? ഒന്നും അറിഞ്ഞൂടാ. പിന്നെ എങ്ങനെയാടാ ജോലി ചെയ്യുന്നേ? എന്തെങ്കിലും കാണിച്ചെന്നാ അതുപോലെ ചെയ്തോളാം. ഞാൻ കാണിച്ചു തരുന്നതൊക്കെ നീ ചെയ്യോ? ചെയ്യാം. ശരി, ഞാൻ നാക്ക് കൊണ്ട് മൂക്കേ തൊടുന്നാ ചെയ്യാവോ? മൂക്കിന്റെ കൊണ്ടുവാ. എന്റെ മൂക്കേലല്ല, നിന്റെ മൂക്കേ. സ്വന്തമായിട്ടാ? അയ്യോ അത് പറ്റൂല. അത് ചേട്ടന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 19 വയസ്സുണ്ട്. അത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ടാ. ചേട്ടൻ ഒരു 70 വയസ്സാകുമ്പോഴേ നാക്ക് ഉച്ചിയിലെത്തും. സത്യം പറഞ്ഞിട്ടല്ലേ ചേട്ടാ? ചേട്ടൻ ഈ ആഹാരം കൊണ്ട് തന്നപ്പോ എനിക്ക് എന്റെ അമ്മയെ ഓർമ്മ വരണം. അതെന്താ നിന്റെ അമ്മയ്ക്ക് മീശയുണ്ട്? ആരെങ്കിലും കണ്ടാ മുട്ട കയറി വായി കടിച്ചിരിക്കാൻ തോന്നുമല്ലോ. ഞാൻ ആരുമില്ലാത്ത വീട്ടിലെയാ ചേട്ടാ. നീ എന്തിനാടാ ആരുമില്ലാത്ത വീട്ടിൽ കയറി കിടക്കുന്നത്? അതല്ല, ഞാനൊരു ഓർഫനാണ്. അപ്പൊ അതെടുത്ത് വെച്ച് വായിച്ച് ജീവിച്ചൂടെ? ഏത് ഓർഗൻ? അതല്ലെന്ന് ചേട്ടാ, എന്റെ വീടൊന്നും തറവാടൊക്കെ ഉണ്ടല്ലോ, അത് ക്ഷയിച്ചതാ. അപ്പൊ പുലേനാറ് കോട്ടാ അവിടെ എന്തോന്ന്? അതല്ലേടാ ക്ഷയരോഗത്തിന്റെ ആശുപത്രി. അതല്ല ചേട്ടാ, ഞാൻ ജനിച്ചതേ ഒന്നുമില്ലാതെ. ഞങ്ങള് പിന്നെ ഷിർവാണി ഇട്ടോണ്ടല്ലേ ജനിച്ചത്. എല്ലാരും ജനിക്കുന്നത് ഒന്നുമില്ലാതാ ജനിക്കുന്നത്. കളവാ. അതല്ല, എനിക്ക് ആരുമില്ല, അച്ഛനുമില്ല, അമ്മയില്ല, സഹോദരന്മാരുമില്ല. ഞാനാണ്. കരയല്ലേടാ മകളെ. നിന്റെ വിഷമം മനസ്സിലായി. എനിക്ക് കുട്ടികളില്ലല്ലോ. കൂടെ പോയി ഊട്ടിയില് പിള്ളേരല്ല എനിക്ക്. കുട്ടികളില്ലേ? അയ്യോ, കുട്ടികളുണ്ടാവുള്ള എളുപ്പ വഴിയുണ്ട്, എനിക്കറിയാം. സ്കൂളിന് മുമ്പേ കൂടെ പോകുമ്പോ പതുക്കെ പോയാൽ മതി. അതെന്തിനാ? അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, പതുക്കെ പോവുക, കുട്ടികളുണ്ടെന്ന്. നിന്റെ അച്ഛനും അമ്മയൊക്കെ നിനക്ക് നഷ്ടപ്പെട്ട എങ്ങനെയാണെന്നറിയാവോ? നിന്റെ വായിന്ന് വരുന്നവരോട് അവര് ഇറങ്ങി ഓടിയതായിരിക്കും. കരയാതെ മകളെ. നിനക്കിപ്പോ എന്താ വേണ്ടേ? നിനക്ക് ഒരു നേരത്തെ ഭക്ഷണം വേണം, ആണോ? ഒരു നേരത്തെ അച്ഛൻ വേണം, ഒരു നേരത്തെ അമ്മ വേണം. ഞാൻ നിന്റെ അച്ഛനാവടാ. അച്ഛാന്ന് വിളിച്ചോട്ടെ. വിളി. അത് വേണ്ട, മാറി കിട്ടുന്നുണ്ട്. അതെ, എന്റെ ഭാര്യ വിമല ഒരു സർപ്രൈസ് ഉണ്ട്. എന്നാ മേളിൽ ചെറി വെച്ചത് മതി. എന്തുവാ? കപ്പൈസ്. നിന്നെ നാട്ടി കയറ്റുവോ ആൾക്കാര്? ഇതൊക്കെ കൊണ്ടാ. വിമല എന്റെ ഭാര്യ, നിനക്കമ്മ കേട്ടോ. അവൾ വരുമ്പോഴേ നീ അമ്മയെ വിമലയാണ് എന്റെ അമ്മയെന്ന് പറയണം. അവക്കൊരു സർപ്രൈസ് ആയി പോയി. ഓക്കെ? പേര് ഓർത്തിരുന്നോ? വിമല. വരുന്നത് നിന്റെ തള്ള. ഓ പോലീസ് പിടിച്ചോ? അതല്ല, ഞാനേ ആ കിണറ്റിൻകരയില് വെള്ളം കോരിയോണ്ട് നിക്കായിരുന്നേ. അപ്പൊ കൊറേ ആണുങ്ങൾ അവിടെ നിക്കുക. അവര് പറയണേ ആ ചേച്ചിയെ കാണാൻ അന്നാരാജനെ കൂട്ട് തന്നെ ഇരിക്കുന്നെന്ന്. എനിക്കങ്ങ് സന്തോഷം കൊണ്ട് എന്റെ അമ്മ അന്നാരാജനാണെന്ന് ഞാൻ. എന്റെ ദൈവമേ. എങ്ങനുണ്ട് നിന്റെ തള്ള? അല്ല തള്ള. എന്താ ആ ഇരിക്കുന്ന പയ്യനെ കണ്ടോ?
നിനക്ക് കുട്ടികളില്ല എന്നുള്ള വിഷമമല്ലേ? നീ അറിയാതെ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന എൻ്റെ മോനാണത്. ഡേയ്, നിന്റെ അമ്മ അമ്മയെ കൊണ്ട് പറ്റും. നിനക്കൊരു കുഞ്ഞുണ്ടാവത്തിന്റെ ഫീലിംഗ് പറഞ്ഞാ മനസ്സിലാവില്ല. അത് പാട്ട് പാടിയാലേ മനസ്സിലാവുള്ളൂ. അതെങ്ങനെ? മ്യൂസിക് ഈസ് എ തെറാപ്പി. അത് കൊച്ചുണ്ടായി ഫീലിംഗ്സ്, കൊച്ചുണ്ടായി ഫീലിംഗ്സ്, കൊച്ചു 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 ഫീലിംഗ്സ്, കൊച്ചുണ്ടായി ഫീലിംഗ്. അടി തൊലയ്ക്കുന്നതിന് മുമ്പ് ചെന്ന് പറയടാ, നിന്റെ അമ്മയുടെ പേര് പറ. ഏയ്, അവന്റെ അമ്മയുടെ പേര് കേട്ടാ നീ ഞെട്ടും. അതാ പറയടാ മകളെ. അമ്മയുടെ പേര് ജലജ. അയ്യോ അയ്യോ, പപ്പടക്കാരി ജലജ. അപ്പൊ പപ്പടക്കാരി ജലജയിൽ ഉണ്ടായ കുഞ്ഞല്ലയോ ഇത്? ഇത്ര പെട്ടെന്നാ വള്ളുവനാട്ടേക്ക് പോയത്. എടാ, അമ്മയുടെ പേര് പറ. അമ്മയുടെ പേര് വനജ. അയ്യോ, അപ്പൊ അലക്കുകാരി വനജയുടെ മോൻ തന്നെ. അമ്മയുടെ പേര്. അമ്മയുടെ പേര് വിലമ. വിമലല്ലടാ, ഒരു തള്ളയുടെ വിലാപം. ഒരര അടിച്ചതാ മൊത്തം പോയി. ഞാൻ പറയുന്നു, നിങ്ങൾ അവനെ പറഞ്ഞു വിട്. ഇറങ്ങടാ, എന്റെ കടയിൽ നിന്ന് ഇറങ്ങടാ. നീ എന്റെ മോനും അല്ല, ഞാൻ നിന്റെ അച്ഛനും അല്ല. അപ്പൊ അനാഥനാടുകൾക്ക് തന്നെ ഇറക്കി വിടാം. ഇറക്കി വിടുന്നതിന് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഒരു പൊറോട്ട കട തരുമോ? കേട്ടടാ, ഞാൻ പറയുന്നു, ഒന്ന് കേക്ക്. പറന്നു വരുന്നത് കേക്കല്ലല്ലോ, പറന്നു വരുന്നത് കൊക്കല്ലേ. ഞാൻ പറയുന്ന ഒന്ന് സീരിയസ് ആയിട്ട് ഇരിക്കുമ്പം അതിന്റെ ഇടയ്ക്ക് കോമഡി പറയുന്നത് എന്റെ മനസ്സുണ്ടല്ലോ, കാണാതെ പോകും. എടി, ഞാൻ പറയുന്നത് കേക്ക്. അവൻ എവിടുന്നോ ആഹാരം കഴിക്കാൻ വന്ന് അവന്റെ അടുക്ക ഞാൻ പറഞ്ഞു, അവൻ അച്ഛനില്ല അമ്മയില്ല, എന്നാ ഈ ഞങ്ങളുടെ ഞാൻ ദത്തെടുത്തോളാന്ന് പറഞ്ഞ് അതാ പറഞ്ഞത്. അതായിരുന്നു. ആ വന്നേണ് എന്തിനാ ദർത്തെടുക്കുമ്പോ നല്ലത് നോക്കി എടുക്കളിയാ. ഈ മുതുക്കനൊക്കെ കൊണ്ട് നമ്മൾ എന്തോ കാട്ടാനാ? പല ചെറുതാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പരിഗണനയെങ്കിലും കിട്ടും. എടി, കൊച്ചിനെ കൊണ്ടുവന്ന് പാല് കൊടുത്ത് പഠിപ്പിച്ച് വളർത്തി ഈ കാശ് കൊടുത്ത് ഡിഗ്രി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പൊറോട്ട അടിപ്പിക്കാനല്ലേ? അവനെ കണ്ടാ അറിയാം പൊറോട്ട അടിക്കുന്നവനാ. ഒരു പൊറോട്ട കട വേണം. കണ്ടോ? ചേട്ടാ, എന്തോ ആവട്ടെ, നമുക്ക് വയസ്സാം കാലത്ത് ഒരു കൂട്ടാവുമല്ലോ. വയസ്സാം കാലത്ത് ഫ്ലൂട്ടോ? കൂട്ടല്ല, വയസ്സാം കാലത്ത് ഒരു കൂട്ടാവുമല്ലോ. കൂട്ടാവുമല്ലോ. മകളെ, ഇന്ന് മുതല് നീ ഞങ്ങളുടെ ദത്തുപുത്രൻ തന്നെയാണ്. ശരി, അനുഗ്രഹം വാങ്ങിച്ചോ. എടാ, അനുഗ്രഹമായിരേ. മോനെ, ആ ബാഗ് ഇത് അവിടെ ഇരിക്കുന്നോണ്ടാണ് മാറ്റി. ബാഗ് ഞാൻ തരൂല. എടാ, അങ്ങോട്ട് മാറ്റി. ബാഗ് എനിക്ക് വേണം. എന്തോന്ന് നോക്കൂടെ? പിടിക്കരുത്, പിടിക്കരുത്, പിടിക്കരുത്. ഇതെത്രയാണ്? അത് പിന്നെ ഗ്രീൻ ടീ പൊടിച്ചത്. ഇടുക്കി ഗോൾഡ്. അയ്യോ, സ്വർണ്ണമാണോ? സ്വർണ്ണമല്ലടി, കഞ്ചാവ്. അയ്യോ, ആണ്ട് ലഹരിയും കൊണ്ട് ഓടുമ്പോ ചൂളം വിളിച്ചതേ പ്രോത്സാഹിപ്പിക്കും. നിങ്ങൾ ഇങ്ങോട്ട് നിങ്ങൾക്ക് ഇത് കിട്ടണം. തട്ടുകടയുടെ മറവിൽ അവൻ കഞ്ചാവ് വിൽക്കാൻ വന്നതായിരിക്കും. പോലീസിനെ വിളിക്കില്ലേ? അവൻ എന്തായാലും ഓടി. ഇത് നമ്മുടെ കയ്യിലിരിക്കുക, നമ്മളെ പോലീസ് പിടിക്കും. ഞാൻ പറമ്പിൽ കൊണ്ടുവന്ന് വലിച്ചത്. പോലീസ് പട്ടി ഒന്ന് മണപ്പിക്കും. ഒരു കാര്യം ചെയ്ത് എവിടെയെങ്കിലും ഒന്ന് കത്തിച്ച് കളയും. മനുഷ്യ എന്തെങ്കിലും ചെയ്ത് എവിടെ ഒരു കാര്യം ചെയ്യും, നമുക്ക് അടുപ്പിലിട്ട് കത്തിച്ച് കളയാം. എന്നറിയോ, നമ്മളിത് കത്തിക്കുമ്പോഴേ ലഹരി ഇനി ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അവരും കൂടെ അത് കത്തിച്ചോട്ടെ. നല്ല മെസ്സേജ്. അത് പറയാം. ഒരു കാര്യം ചെയ്ത് കത്തിച്ചോളാം. ഞാൻ ആരെങ്കിലും വരുന്നുണ്ടോ? വേഗം വേഗം കത്തിച്ചോളയണ്ണ. അണ്ണാ, as is the human body, so is the cosmic body. As is the human mind, so is the cosmic mind. അണ്ണാ, രാജ്ഞി, ഈ കൊട്ടാര നിവാസികളോടെല്ലാവരും പറയാനുള്ള ഒരു സത്യം എനിക്കുണ്ട്.
അണ്ണ ചാറ്റിയുടെ സ്വർണം ഞാൻ കൊണ്ടുവന്ന് പണയം വെച്ചതല്ലേ നീ വിചാരിച്ചേ? സ്വർണം കൊണ്ട് പണയം വെച്ചു ഞാൻ വിചാരിച്ചു. പണയം വെച്ചല്ല, പിന്നെ ഒളിപ്പിച്ചു വെച്ചതാണ്. ഒളിപ്പിച്ചു വെച്ചതാ? ഒളിപ്പിച്ചു വെച്ച് അണ്ണ അണ്ണ പറയണ്ട, എവിടെ ഒളിപ്പിച്ചു വെച്ച അണ്ണ സ്വർണം? ഓസം പാളികളുടെ ഇടയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഓസോൺ പാളിയുടെ ഇടയിൽ നീ പോയി നീ എടുത്ത വഴി ശ്രദ്ധിക്കണം. തെക്ക് കിഴക്ക് ഭാഗത്ത് ഓസോൺ പാളികളിൽ വിള്ളൽ വീണിട്ടുണ്ട്. ചേണി വെച്ച് കയറുമ്പം തെലിയടിച്ച് വീഴും. എന്റെ ദൈവമേ, ലഹരി കൂട്ടിയിട്ട് കത്തിച്ച് ആവി പിടിച്ചെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളേ. ഇപ്പൊ ഞാൻ കണ്ടേ എന്റെ ദേവിയെ. അണ്ണാ, ഞാൻ എന്തോ ചെയ്യണം? നീ പോക്കോ, ഞാൻ പോക്കാം.